തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കളം പിടിച്ചിരിക്കുന്നു. കേരളത്തിലാണെങ്കിൽ പുറത്തു വന്ന എല്ലാ എക്സിറ്റ് പോൾ സർവേകളും UDFന് ഭരണമുറപ്പിക്കുന്നു. ആസാമിലാണെങ്കിൽ BJP തുടരുമെന്ന് പറയുന്നു. തമിഴ്നാട്ടിൽ ഭൂരിഭാഗം സർവേകളും DMKക്ക് തുടർഭരണം പറയുന്നു. എങ്കിലും ആക്സിസ് മൈ ഇന്ത്യ വിജയുടെ പാർട്ടിക്ക് മുൻതൂക്കം പറയുന്നു. ഏതായാലും ഈ പറയുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്, അതായത് കേരളവും ആസാമും പോണ്ടിച്ചേരിയും 20 ദിവസം പിന്നിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സർവേകൾ എടുക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടി. എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം കണ്ടെത്തിക്കഴിഞ്ഞു. എന്നാൽ ബംഗാളിലെ ഫലങ്ങൾ അറിയുമ്പോൾ പലയിടത്തും ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം. ഇവിടെ എല്ലാ ചാനലുകളും ബംഗാളിലെ എക്സിറ്റ് പോൾ പുറത്തുവിടുന്ന സമയത്ത് പല ബംഗാളികളും ബൂത്തിൽ ക്യൂവിലായിരുന്നു. അതുകൊണ്ട് തന്നെ ബംഗാളിൽ രണ്ടാം ഘട്ടത്തിൽ നടന്ന 142 സീറ്റുകളിലെ ആധികാരികമായ എക്സിറ്റ് പോൾ ഫലങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അങ്ങനെയാണ് പലരും ഒരു പ്രവചനം നടത്തിയതും. എന്നാൽ ബംഗാളിലെ എക്സിറ്റ് പോൾ സർവേകൾ നാളെയും മറ്റന്നാളുമായി പ്രസിദ്ധീകരിക്കാനാണ് ചില പ്രധാന ഏജൻസികളുടെ തീരുമാനം. ചിലത് ഇന്നും പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ 2021 ഇതേ സാഹചര്യമാണ് ബംഗാളിൽ നിലനിന്നിരുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുൻപ് തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടു. അതിലെ ആധികാരികത പിന്നീട് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ തവണ ബംഗാളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രധാന ഏജൻസികൾ പുറത്തുവിട്ട കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് 2021 ബംഗാളിലെ കക്ഷിനില എന്ന് പറയുന്നത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാൾ നിയമസഭയിലെ സീറ്റുകൾ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് 215 സീറ്റുകളും പ്രതിപക്ഷമായ BJPക്ക് വെറും 77 സീറ്റുകളുമാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ 2/3 ഭൂരിപക്ഷം മമതയ്ക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അന്ന് പ്രധാനപ്പെട്ട ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കാം. പ്രധാനപ്പെട്ട ഏജൻസിയായ ആക്സിസ് മൈ ഇന്ത്യ അന്ന് മമതയ്ക്ക് 156 വരെ സീറ്റുകളും BJPക്ക് 160 സീറ്റുകളുമാണ് പ്രവചിച്ചത്. ഇന്ത്യ ടു പീപ്പിൾ പൾസ് എന്ന സർവേയിൽ മമതയ്ക്ക് വെറും 88 സീറ്റുകളും BJPക്ക് 192 സീറ്റുമാണ് പറഞ്ഞത്. ജൻ കി ബാത്ത് സർവേയിൽ അന്ന് മമതയ്ക്ക് 121 സീറ്റും BJPക്ക് 185 സീറ്റും ഉണ്ടായിരുന്നു. പ്രിയബന്ധു മീഡിയ എന്ന ഏജൻസി നടത്തിയതിൽ മമതയ്ക്ക് 82 സീറ്റുകളും BJPക്ക് 187 സീറ്റുകളുമാണ് പറഞ്ഞത്. ഇനി അറാംബാഗ് TV നടത്തിയ എക്സിറ്റ് പോളിലാണെങ്കിൽ മമതയ്ക്ക് 119ഉം BJPക്ക് 192 സീറ്റുകളുമാണ് പ്രവചിച്ചത്. സുദർശൻ ന്യൂസ് ആണെങ്കിൽ മമതയ്ക്ക് 104ഉം BJPക്ക് 180ഉം സീറ്റുകൾ പറഞ്ഞിരുന്നു. അങ്ങനെ BJPക്ക് മൃഗീയ ഭൂരിപക്ഷം പ്രവചിച്ച് എല്ലാ സർവേകളും എക്സിറ്റ് പോളുകളും പുറത്തു വന്നുവെങ്കിലും യഥാർത്ഥ ഫലം വരുമ്പോൾ മമതാ ബാനർജി 215 സീറ്റ് നേടി ആർക്കും അനക്കാൻ കഴിയാത്ത രീതിയിൽ നേതാവായി മാറി. BJP വെറും 77 സീറ്റിൽ ഒതുങ്ങി. അത് ബംഗാളിലെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളെ വിശ്വസിക്കുന്നില്ല എന്നല്ല പറയുന്നത്. ബംഗാളിലെ മമത ഈ എക്സിറ്റ് പോളിനെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. മമത അടുത്ത സർക്കാർ രൂപീകരിക്കാനുള്ള പണി തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ തിരക്കിലാണ്. ബംഗാളിൽ മാത്രം ഈ സർവേ ഫലങ്ങൾ ഇങ്ങനെ തെറ്റുന്നത് ധൃതി പിടിച്ചെടുക്കുന്നത് കൊണ്ട് മനസ്സറിയാൻ കഴിയാത്തത് കൊണ്ടാണോ അല്ല BJPയുടെ രാഷ്ട്രീയ ഗിമ്മിക്കോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും ബംഗാളിൽ മമതാ ബാനർജി 4ാം വട്ടവും വരുമെന്നുള്ളതിൽ ആർക്കും സംശയമില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്.